السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. വിവന്നരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും പറയാറുണ്ട് കാഴ്ചയാണ് സത്യമെന്ന്. എന്നാൽ നമ്മൾ കാണുന്നതെല്ലാം സത്യമാണോ? ഒരു പച്ച കണ്ണട വെച്ചുകൊണ്ട് നമ്മൾ ലോകത്തെ നോക്കിയാൽ കാണുന്നതെല്ലാം പച്ചയായിരിക്കും. അവിടെ കുറ്റം ലോകത്തിൻ്റെ നിറത്തിനാണോ അതോ നമ്മുടെ കണ്ണിനാണോ? അല്ല, അത് നമ്മുടെ മൂക്കിന് മുകളിലിരിക്കുന്ന ആ കണ്ണടയുടേതാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള വർത്തമാനകാല ചർച്ചകളും ഏതാണ്ട് ഇതുപോലെയാണ്. കണ്ട നീ അടങ്ങിയിരിക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന തരത്തിൽ ഇസ്ലാമിനുമേൽ ധ്വനികളുയരുന്ന പുതിയ അവസരത്തിൽ ഇസ്ലാമിനെ കണ്ട മനുഷ്യരും കാണാത്ത മനുഷ്യരും കണ്ണിനല്ല കണ്ണടയ്ക്കാണ് പ്രശ്നം എന്ന വിഷയം ഏറെ പ്രസക്തമാണ്. ഇസ്ലാമിനെ കാണാത്ത മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് കേവലം കേട്ടുകേൾവികൾ മാത്രമുള്ളവരെയാണ്. അവർ ഇസ്ലാമിനെ നോക്കുന്നത് മുൻവിധികളുടെ അഴുക്കുപുരണ്ട കണ്ണടകളിലൂടെയാണ്. എഡ്വാർഡ് സെയ്ദ് തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ഓറിയന്റലിസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പാശ്ചാത്യ ലോകം എങ്ങനെയാണ് ഇസ്ലാമിനെയും കിഴക്കിനെയും തെറ്റുകൾ നിർവചിച്ചതെന്ന് അദ്ദേഹം അതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. വാർത്തകൾ നിർമ്മിക്കുന്ന ഇസ്ലാമോഫോബിയ അടങ്ങിയ സിനിമകൾ കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കപ്പെട്ട ഇസ്ലാമിനെയാണ് ഇന്ന് പലരും കാണുന്നത്. ഭീകരതയുടെയോ അസഹിഷ്ണുതയുടെയോ കണ്ണട വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിലെ കാരുണ്യവും നീതിയും മറക്കപ്പെടുന്നു. അത് കണ്ണിൻ്റെ കുഴപ്പമല്ല, ആ കാഴ്ചയുടെ കുഴപ്പമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് കണ്ണട ഊരി വെച്ച് യഥാർത്ഥ ഇസ്ലാമിലെ നേരിൽ കണ്ട ചില മനുഷ്യരെ നോക്കാം. അമേരിക്കയിലെ മനുഷ്യാവകാശ പോരാളിയായിരുന്ന മാൽക്കം എക്സ് ഇതിനൊരു വലിയ ഉദാഹരണമാണ്. വർണ്ണവെറിയുടെ കണ്ണടയിലൂടെ ലോകത്തെ കണ്ടിരുന്ന അദ്ദേഹം മക്കയിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷം 1964 തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നീലക്കണ്ണുള്ളവനും വെളുത്തവനും കറുത്തവനും ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ വർണ്ണമില്ല, അവിടെ മനുഷ്യൻ മാത്രമാണുള്ളത്. മുൻവിധികളുടെ ധാരണകൾ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് സാഹോദര്യം എന്ന വലിയ കാഴ്ചയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു വചനം ഇവിടെ പ്രസക്തമാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാം വചനം: യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കിയത്. ഈ വചനം മുന്നോട്ട് വെക്കുന്നത് മാനവികതയാണ്, മനുഷ്യ സ്നേഹമാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം, സമർപ്പണം എന്നൊക്കെയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം കൂടിയായിരുന്നു. പ്രവാചകർ അന്ന് പറഞ്ഞത് അറബിക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഭക്തിയുടെയും സൽപ്രവർത്തികളുടെയും അടിസ്ഥാനത്തിലല്ലാതെ എന്നാണ്. ഈ ചരിത്ര രേഖകൾ മുന്നിലുള്ളപ്പോഴും തെറ്റിദ്ധാരണയുടെ മുഖം മൂടി ധരിച്ചവർക്കാണ് ഇസ്ലാം ഒരു ഭീകര രൂപമായി അനുഭവപ്പെടുന്നത്. അത് ആ മുഖം മൂടിയിൽ പെറ്റിപ്പിടിച്ച രക്തക്കറകളാണ്, അല്ലാതെ ഇസ്ലാമിന് മുഖത്തുള്ളതല്ല. കണ്ടനുഭവിക്കലാണ് ഇസ്ലാമിനെതിരെ ഉയരുന്ന ഇത്തരം ധാരണാപിശകുകൾക്കുള്ള പ്രതിവിധി എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.